ഒരു വർഷത്തിനിടെ മാത്രം സംസ്ഥാനത്ത് 19 പേരാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. തൃശൂരിലെ ഉറക്കത്തിനിടെ പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവം വലിയ ഞെട്ടലാണ് നമ്മളിൽ ഉണ്ടാക്കിയത്. കഠിനമായ ചൂടും പ്രജനന കാലവുമായതിനാൽ പാമ്പുകൾ ജനവാസ മേഖലകളിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണിത്. വിഷപ്പാമ്പുകളായ വെള്ളിക്കെട്ടൻ, മൂർഖൻ, അണലി എന്നിവയുടെ കുട്ടികൾ പിറക്കുന്ന സമയവുമാണ്. ജനവാസ മേഖലകളിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ ധാരാളമായി കിട്ടുമെന്നതിനാൽ അതനുസരിച്ച് എലികൾ ഉണ്ടാവുകയും അവയൊക്കെ ധാരാളം മാളങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. ഇത്തരം മാളങ്ങളിലും ചിതൽപുറ്റുകളിലും കൽക്കെട്ടുകളിലുമൊക്കെയാണ് പാമ്പുകൾ വസിക്കുന്നതും പ്രജനനം നടത്തുന്നതും. ജനിക്കുമ്പോൾ തന്നെ കൊടും വിഷവുമായി ഇറങ്ങുന്ന പാമ്പിൻ കുഞ്ഞുങ്ങൾ ഇരയെന്ന് തെറ്റിദ്ധരിച്ചും പേടി കൊണ്ടും സമീപത്ത് കാണുന്ന ചലിക്കുന്ന വസ്തുവിൽ കടിച്ചേക്കാം. കടിയേറ്റാൽ കുഞ്ഞാണല്ലോ എന്ന് കരുതി അവഗണിക്കരുത്. പാമ്പ് വിഷത്തിന് ചികിത്സ ലഭ്യമായ ഏറ്റവും അടുത്തുള്ള ആശുപത്രികളിൽ ഉടനടി എത്തുക. കിടക്കുന്നതിന് മുമ്പായി മുറി നന്നായി പരിശോധിക്കുക. പാമ്പുകൾ കടന്നുവരാൻ സാധ്യതയുള്ള വിടവുകൾ ഉണ്ടെങ്കിൽ അടയ്ക്കുക. എയർഹോളുകളിലും ജനാലകളിലും വായു സഞ്ചാരം ലഭ്യമായതും എന്നാൽ കൊതുക്, എലി, പാമ്പ് തുടങ്ങിയവയുടെ പ്രവേശനം തടയാനാകുന്നതുമായ വലകൾ ഘടിപ്പിക്കുക. പക്ഷിമൃഗാദികളെ വളർത്തുന്നയിടങ്ങളിൽ ഇര തേടിയെത്തുന്നതിന് പുറമെ കൊടും ചൂടിൽ വെള്ളം തേടിയും തണുപ്പ് തേടിയും പാമ്പുകൾ വീടുകളിലേക്ക് കടന്നുവരാം. വളർത്തുജീവികളും വീടിന് പരിസരത്തുള്ള പക്ഷികളും മണ്ണാനുമൊക്കെ പാമ്പുകളെ കണ്ടാൽ മറ്റു ജീവികൾക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ട്. ജീവികളുടെ അത്തരം ചേഷ്ടകൾ കണ്ടാൽ അവഗണിക്കരുത്. സുരക്ഷിതമായ അകലം പാലിച്ച് നിരീക്ഷിക്കണം. ജനവാസ മേഖലകളിൽ പാമ്പുകളെ കണ്ടാൽ അവയെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുക. ഇനിയൊരു പക്ഷേ പാമ്പുകടി ഏൽക്കുകയാണെങ്കിൽ ചില നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. പാമ്പുകടിയേറ്റ ആളെ ഒരിക്കലും ഭയപ്പെടുത്തരുത്. പേടിച്ചാൽ രക്തയോട്ടം കൂടുകയും വിഷം ശരീരത്തിൽ വേഗം പടരുകയും ചെയ്യും. ഓർക്കുക, 70% പാമ്പുകളും വിഷമില്ലാത്തവയാണ്. കടിയേറ്റയാളെ നടക്കാൻ അനുവദിക്കരുത്. കടിച്ച ഭാഗം അനക്കരുത്. ആഭരണങ്ങളും വാച്ചും മുറുകിക്കിടക്കുന്ന വസ്ത്രവും നീക്കണം. കടിയേറ്റയിടത്ത് നീര് വന്ന് വീർക്കാൻ സാധ്യതയുണ്ട്. വെള്ളമോ മറ്റ് ഭക്ഷണങ്ങളോ കൊടുക്കരുത്. കടികൊണ്ട ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കണം. കടികൊണ്ട ഭാഗം കീറി മുറിച്ച് രക്തം കളയരുത്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന തരം വിഷമാണെങ്കിൽ മുറിവിലൂടെ രക്തം വാർന്നുപോയി ജീവൻ അപകടത്തിലാകാം. വായ കൊണ്ട് ആ ഭാഗത്തെ രക്തം വലിച്ചെടുക്കുന്ന രീതിയും അപകടമാണ്. വ്യാജ ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒരു കാരണവശാലും കൊണ്ടുപോകരുത്. ഇത്തരത്തിൽ പേടി കൂടാതെ എന്നാൽ തികഞ്ഞ ജാഗ്രതയോടെ വേനൽക്കാലത്തെ ഇത്തരം വെല്ലുവിളികളെ നേരിടാം നമുക്ക്.